ഗീതാസാരം ചേലിലാമൗലിയിൽ പീലി ചാർത്തീം കോലുന്ന നെറ്റിയിൽ ഗോപി ചാർത്തീം ചെന്താമരയിതൾ കണ്ണിനേറ്റം ചന്തം കലത്തും മഷിയെഴുതീം എൾപ്പൂവിനാനന്ദമേകി വാഴും ഉൾപ്പൂവിനൊത്തോരു നാസയേന്തീം തൊണ്ടിപ്പഴത്തേനു നാണമേകും ചുണ്ടിൻ്റെ മാധുര്യമെങ്ങും വീശി കർണങ്ങളിലുള്ള കുണ്ടലങ്ങൾ ഗണ്ഡതലങ്ങളിൽ മിന്നലാർന്നും ഹാരാദിയാഭരണങ്ങളേന്തി മാറിന്നു ശോഭയിരട്ടിയാക്കി ചമ്മട്ടിക്കോലു വലത്തു കൈയിൽ ചെമ്മേകടിഞ്ഞാണിടത്തു കൈയിൽ മഞ്ഞപ്പട്ടങ്ങു ഞൊറിഞ്ഞുടുത്തു മഞ്ജുവ മന്ദസ്മിതവുമായി പാർത്ഥനു സാരഥിയായി നിന്നു അത്തിവിനാശനൻ വാസുദേവൻ തേരിൽ വികാരമിയന്നിരുന്ന വീരനമർജുനനേവമോദി രണ്ടു സേനയ്ക്കുമിടയിലായി കൊണ്ടുപോയ അച്യുതതിരു നിർത്തു. ഗീതാസാരം തുടർച്ച വരി 23 മുതൽ. കാണട്ടെ ഞാനീ രണാങ്കണത്തിൽ പോരിന്നു വന്നു നിരന്നവരെ എന്നതു കേട്ടുടൻ കൃഷ്ണനപ്പോൾ മുന്നോട്ടു തേരിനെ കൊണ്ടു നിർത്തി. അയ്യോ ഭഗവാനെ എൻ്റെ കൃഷ്ണ, വയ്യേ ബന്ധുക്കളെ കൊല്ലുവാനോ? ബന്ധുക്കളെ കൊന്നു രാജ്യമാളൊന്നെന്തിന് സൗഖ്യമീയെന്നിടാനോ? കൗരവരെന്നെ വധിക്കുകിലും പോരവരോട് ഞാൻ ചെയ്യുകയില്ല. ഏവം കഥിച്ച ധനഞ്ജയന് ഭാവം പകർന്നതു കണ്ട നേരം ഭാവജ്ഞനാം ഭഗവാൻ മുകുന്ദൻ ഈ വണ്ണമോദിനാൻ സാവധാനം. ഇല്ലാത്തതുണ്ടാകയില്ലയല്ലോ, ഇല്ലാതെ പോകയില്ലുള്ളതൊന്നും. ദേഹിക്കു നാശമുണ്ടാകയില്ല, ദേഹം നശിച്ചിടുമെന്നാലും. ആരെയും ആത്മാവ് കൊല്ലുകില്ല, ആരാലും കൊല്ലപ്പെടുന്നതുമില്ല. വസ്ത്രം പഴയതുപേക്ഷിച്ചിട്ട് പുത്തൻ ധരിപ്പതുപോലെ അത്രേ ജീർണിച്ച ദേഹം ത്യജിച്ചു ദേഹി പൂർണ്ണം ലഭിക്കുന്നു വേറെ ദേഹം.